തങ്കം എടി തങ്കം ആ ഒന്ന് ഇങ്ങോട്ട് വാടി. എന്താ എടി അവള് കെട്ടും പാണ്ടൊക്കെ എടുത്തോണ്ട് പോകാൻ പോവാണ് നമ്മളെ വീട്ടിലോട്ട്. ആ പെണ്ണ് ജമന്തിയോ? വാ. എവിടെ പോണേ? എവിടെ പോണ? എന്തോ ഡൈവേഴ്സ് ചെയ്യാൻ പോണ, ഡിവേഴ്സ് ചെയ്യാൻ പോണ, കനകനെ അവള് കളയാൻ പോണ. നീ ഒന്നിങ്ങോട്ട് വാ. എനിക്കറിയോ, നീ ഒന്നിങ്ങോട്ട് കയറി വാ. എന്തെന്ന് ഞാൻ പറയണ? വാ അങ്ങോട്ട്. എന്റെ പൊന്നു കുഞ്ഞെ, നീ അങ്ങനെ പിണങ്ങി പോവരുത്. അതിനൊക്കെ കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ. അവനെ പറയുന്നത് നീ നിക്ക്, നമുക്ക് എന്താ കാര്യം കാര്യം പറ. അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ, ഏട്ടന്റെ ജീവിതത്തിൽ ഒരു അധികപ്പെട്ടായിട്ട് ഞാൻ ഇനി ഇവിടെ ഇല്ല. ആര് പറഞ്ഞൂടെ? ഇന്ന് രാവിലെ കൂടെ നിങ്ങൾ എല്ലാരും കൂടെ കളിയാക്കി ചിരിച്ചില്ലേ? എന്റെ ദൈവമേ, അത് തമാശ പറഞ്ഞതല്ലേടി. തമാശ ഒന്നും അല്ല, എനിക്കറിയാം. ഏട്ടനാണെങ്കിൽ വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. വേറെ പെണ്ണ് കെട്ടിച്ചോ നിങ്ങൾ എല്ലാരും കൂടെ? കാണാനും നല്ല സുന്ദരനല്ലേ? എന്റെ പൊന്നു മോളെ, നീ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളായിട്ട് ഇരുന്ന് പറയണേ. ചേട്ടൻ പറഞ്ഞ പോലെ ഏട്ടനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിച്ചോ. അപ്പൊ മുറ്റം മൊത്തം നിറച്ചും പിള്ളേരും ഉണ്ടാവും, തക്കളിയായിട്ട് കളിക്കുകയും ചെയ്യാം. നിങ്ങൾ ഒറ്റ ഒരുത്തിനെ ഇപ്പൊ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു വാ പോയ കോടാലിയാന്ന് നിനക്കറിയാലോ. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകും. പിന്നെ നീ അങ്ങനെ ഒറ്റ എന്റെ വെളച്ചിലെടുക്കണം. ഒന്ന് പെട്ടെന്ന് വാങ്ങിക്കോട്ടു. കുട്ടിയെ കറിയിപ്പിക്കല്ലേ കേറിയിരിക്കേ. അതെ, ജമന്തിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. പക്ഷേ കനകളീനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ആളെ വന്നതിന് ശേഷം പോകാൻ പറ്റും. ഇവിടെ ആരെങ്കിലും അങ്ങനെ നിന്നോട് പെരുമാറിയിട്ടുണ്ടോ? നീ എന്താ ഈ പറയണത്? ഈ അമ്മ നിന്റെ മോളെ പോലെ ലേഡി നോക്കിയിട്ടുള്ളൂ. അത് നോക്കി, അത് പറയണ നോക്കി. എന്തിനാ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വിഷമിപ്പിക്കണേ? പിന്നെ ഞങ്ങളൊരു അന്യായിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചുമ്മാ ഓരോ കഥകൾ അങ്ങ് സ്വയം അങ്ങോട്ട് മെനയും. എനിക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലിപ്പോ നല്ല അടിയാൻ തന്നിട്ടുണ്ടെങ്കിലോ കൊള്ളേണ്ടി വരും. ഞാൻ ചോദിച്ചു, എന്റെ ആളെയും വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. വല്ലതും പറഞ്ഞോ? പറഞ്ഞപ്പോ ഏട്ടനിപ്പോ 2-3 ദിവസമായിട്ട് എന്നോട് ഒരു സ്നേഹവും ഇല്ല. പിന്നുമായിട്ട് വന്നപ്പോഴും എന്നെ വഴക്ക് എന്നുള്ളതല്ലേ ജമന്തി. അത് അവന്റെ സഹോദരിയല്ലേ ഇത്. അവൾ ഇത്തിരി ഇത് എടുത്തു കൊടുത്തെന്ന് പറഞ്ഞിട്ട് മാത്രമല്ല അവനെന്തെങ്കിലും ജോലിയിൽ വല്ല ടെൻഷനൊക്കെ കാണും. അതുകൊണ്ട് ഇങ്ങനെ